എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ പഴുത്ത് വാരി കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് മൊത്തവും പഴുത്ത് കിടക്കുന്നു. ഒരുപാട് തറയിൽ മുഴുവനും കിടക്കുകയാണ്. തറയിൽ മുഴുവനുമായി കിടക്കുന്നു. മൊത്തവും കിളികളും കാക്കയും എല്ലാം ഒക്കെ വന്ന് തിന്നുന്നുണ്ട്. കുറേയെല്ലാം നമ്മൾ പറിക്കുന്നുണ്ട്. ആ ഭാഗത്ത് മൊത്തവും ഉണ്ട്. ഉണ്ട്, ഇത് മൊത്തവും പഴുത്ത് കിടക്കുകയാണ്. അതേപോലെ തന്നെ ഈ മരത്തിലും മൊത്തവും പഴുത്ത് കിടക്കുന്നു. ഉണ്ട്, മൊത്തവും പഴുത്ത് ഇങ്ങനെ കിടക്കുന്നു. അത്രയും പഴുത്ത് കിടക്കുന്നു. തറയിൽ കുറച്ചൊക്കെ തറയിൽ വീഴും. ബാക്കിയെല്ലാം പഴുത്തിങ്ങനെ മരത്തിൽ നിൽക്കുകയാണ്. വരിക്ക റംബൂട്ടാനാണ്, നല്ലതാണ്. മഴ കാരണമാണ് ഇത് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നത്. അതുകൊണ്ട് മൊത്തവും പഴുത്ത് കിടക്കുകയാണ്. ഇതിൻ്റെ മൂട്ടിൽ ഇഷ്ടം പോലെ വീണ്, തറയിലും വീണ് കിടക്കുന്നു. രണ്ടെണ്ണം ഞാൻ പറിക്കുന്നു. അതേപോലെ തറ മുഴുവനും ഉണ്ട്. ഇതേപോലെ പഴുത്ത് കിടക്കുന്നു. പഴുത്ത് എല്ലായിടവും കിടക്കുന്നു. ഇനി കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുക്കണം. മഴ ആയതുകൊണ്ട് ഇത് പറിക്കാനും ഒന്നും ബുദ്ധിമുട്ടായിരുന്നു. കാരണത്താലാണ് ഇതിങ്ങനെ നിന്ന് പോയത്. മൊത്തവും പഴുത്ത് കിടക്കുകയാണ്. കുറച്ചൊക്കെ കിളികളും ഇതൊക്കെ തിന്ന് പോകുന്നുണ്ട്. വേണ്ട, ഇത് ഞാൻ പറിക്കുക. കുറച്ചൊക്കെ തിന്ന് പോകുന്നുണ്ട്. ബാക്കി ഇതേപോലെ കിടക്കുകയാണ്. തറയിൽ മൊത്തവും വീണ് കിടക്കുന്നു. ഈ ഭാഗത്ത് മൊത്തവും പിടിച്ചിരിക്കുന്നു. പഴുത്ത് കിടക്കുകയാണ് ചെയ്യണത്. ഉണ്ട്, ബട്ടർഫ്ലൈ എല്ലാം വന്നിരിക്കുന്നു. ഇതുണ്ട് ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട. അപ്പുറത്തൊരു മരത്തിൽ പൊക്കത്തിൽ റംബൂട്ടാൻ പഴുത്ത് നിൽക്കുകയാണ്. പൊക്കത്തിലും തറ മുഴുവനും റംബൂട്ടാനാണ് വീണ് കിടക്കുന്നത്. എല്ലായിടവും വീണ് കിടക്കുന്നു. ഇവിടെ എല്ലായിടവും വീണ് കിടക്കുകയാണ്. നിൽക്കുന്നു പഴുത്ത്. മണ്ടയിൽ മൊത്തവും നിൽക്കുന്നുണ്ട്. 2-3 റംബൂട്ടാനേ ഉള്ളൂ. പക്ഷേ ഇത് പാലോട് ഭാഗത്തുനിന്ന് വാങ്ങിക്കൊണ്ട് നട്ടതാണ്. 2.5 വർഷമായപ്പോൾ തന്നെ കിടക്കണമൊക്കെ തറയിൽ. ആൾക്കാരൊക്കെ മഴയായതുകൊണ്ട് വരാൻ മടിച്ചിരുന്ന്. ഇനി വന്നൊക്കെ പറക്കിയൊക്കെ കൊണ്ട് പോകുമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ പാലോട് ഭാഗത്തുനിന്ന് വാങ്ങിക്കൊണ്ട് നട്ടതാണ്. 350 രൂപയായിരുന്നു ഒന്നിൻ്റെ വില. 350 രൂപ വീതം. അപ്പോൾ 2ാമത്തെ വർഷം തന്നെ ഇത് കായ്ച്ച്. നല്ല ഇനം വരിക്ക റംബൂട്ടാനാണ്. അതുകൊണ്ട് നല്ല ഇനം ആണ്.